ഹായ് ആൾ. അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഈ ഒരു വിസ്മയം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്ന് കാണാൻ പോകുന്നത് വേൾഡ്സ് ടോളസ്റ്റ് ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫയിലേക്കാണ്. അപ്പോൾ ഇതിൻ്റെ എൻട്രി എന്ന് വരുന്നത് ദുബായ് മാളിനകത്തോടെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എൻട്രി. അങ്ങനെ ടിക്കറ്റ്സൊക്കെ എടുക്കണം. ടിക്കറ്റ്സൊക്കെ കാണിച്ചിട്ട് നമ്മൾ അകത്തോട്ട് കയറുകയാണ്. പോകുന്ന വഴിയിലെല്ലാം ഒരു ദുബായിയുടെ ഹിസ്റ്ററിയൊക്കെ നമുക്ക് അവരിങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സ്ക്രീനിൽ അവരിങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എമർജിങ് ദുബായ്, അതിനുശേഷമുള്ള മോഡേൺ ദുബായ്, എങ്ങനെയാണ് ഒരു ദുബായിയുടെ ഒരു കൺസ്ട്രക്ഷനും അതുപോലെ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റൊക്കെയാണ് ഇവിടെ സൈഡിൽ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ദുബായ് മാളിൽ കുറച്ച് ദൂരമുണ്ട് ബുർജ് ഖലീഫയൊക്കെ അകത്തേക്ക്. പക്ഷെ നമ്മൾ ഇതിനകത്തൂടെയാണ്, ആ ഒരു പാസേജിലൂടെയാണ് നമ്മൾ പോകുന്നത്. സൈഡിലൊക്കെ ഇതുപോലെ അവർ ബുർജ് ഖലീഫേൻ്റെ ഓരോ രൂപകൽപ്പനയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഗ്ലാസ്സും ഉണ്ട്. അങ്ങനെ പല രൂപത്തിലും പല മോഡൽസൊക്കെ ആക്കിയിട്ട് അവരിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ലോകത്തിലെ ടോളസ്റ്റ് സ്കൈ സ്ക്രേപ്പറാണിത്. അതായത് മനുഷ്യന് വാനോളമുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഈ ഒരു ബിൽഡിങ്. അപ്പോൾ അതിന് നമ്മളിത് നേരെ എൻ്റർ ചെയ്യുകയാണ്. ഇവിടെ അവർ കൊടുത്തിട്ടുള്ള പോലെ ഫ്രം എർത്ത് ടു ദ സ്കൈ, അതായത് സ്കൈൻ്റെ ഒരു ഏകദേശം 842 മീറ്ററാണ് ബുർജ് ഖലീഫേൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മേലേക്കാണ് നമ്മൾ കയറാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ കാണുന്നതാണ് ബുർജ് ഖലീഫ. അപ്പോൾ നമ്മളിതാ നേരെ ദുബായ് മാളിൽ നിന്ന് ബുർജ് ഖലീഫയ്ക്കുള്ള ഒരു എൻട്രിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ബുർജ് ഖലീഫേൻ്റെ കൺസ്ട്രക്ഷൻ്റെ ആ ഒരു ഹിസ്റ്ററി ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2005 ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം 2010 ഓപ്പൺ ആവുന്നത്, കംപ്ലീറ്റ് ചെയ്തിട്ട് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം അതിൻ്റെ ഒരു ഹിസ്റ്ററി അതുപോലെ എല്ലാം കൊടുത്തിട്ടുണ്ട് അവർ, ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ഓരോ വീഡിയോസും ഫോട്ടോസും എല്ലാം. പിന്നെ ഇത് ടോം ക്രൂയിസ് ബുർജ് ഖലീഫിൻ്റെ മേലെ നിന്ന് ചാടുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോ വീഡിയോസ് അവർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ക്യൂ ഉണ്ട്. നമ്മൾ വീക്കെൻഡിലായിരുന്നു പോയിരുന്നത്. ഏകദേശം ഈവനിങ് ടൈമാണ്. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മളുടെ ടിക്കറ്റ്സ് ആണ്. ഇനി നമ്മളിതാ ലിഫ്റ്റിലെത്തിയിട്ടുണ്ട്. ബുർജ് ഖലീഫിൻ്റെ മേലോട്ട് കയറാനുള്ള ലിഫ്റ്റാണ്. ഇതെന്ന് പറയുന്നത് വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് എലിവേറ്ററാണ്. അതായത് വിത്തിൻ 1 മിനിറ്റാണ് ഇത്രയും ഫ്ലോർസ് കയറുന്നത്. അപ്പോൾ 124th ഫ്ലോറിലാണ് വന്ന് നിൽക്കുന്നത്. അതും വിത്തിൻ 1 മിനിറ്റാണ്. അത്രയും ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മളാണ് കയറാൻ പോകുന്നത്. നമ്മൾ 124ാമത്തെ നിലയിലേക്കാണ് കയറുന്നത്. അപ്പോൾ ലിഫ്റ്റിനകത്ത് കയറിയിട്ടുണ്ട്. അത്രയും ഫാസ്റ്റ് ആയിട്ടാണ്, അതായത് വേൾഡിൽ തന്നെ അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ലിഫ്റ്റാണിത്. അങ്ങനെ അൽഹംദുലില്ലാ നമ്മൾ ബുർജ് ഖലീഫേൻ്റെ അകത്തേക്ക് എൻട്രി ചെയ്യാണ്. പിന്നെ നമ്മൾ ഈ ഒരു 124th ഫ്ലോറിൽ ഇതുപോലത്തെ ഒരു ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട്. അതിനകത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്നിട്ടാണ് ഈ ഒരു വോൾ ദുബായ്, അതായത് ഫുൾ ദുബായ് സിറ്റി നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഒബ്സർവേഷൻ ഡെക്ക് ഉള്ളത്. 124th ഫ്ലോറിലാണ്. അതുപോലെ 147ാമത്തെ നിലയിലുണ്ട്. അപ്പോൾ ദുബായിലെ മേജർ ബിൽഡിങ്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ആ ഒരു സ്കൈ സ്ക്രേപ്പർ അല്ലെങ്കിൽ ആകാശ ചുംബിയായിട്ടുള്ള ആ ഒരു ബിൽഡിങ്. അപ്പോൾ ഇവിടെ എല്ലാം ഒരു ഒബ്സർവേഷൻ ഡെക്ക് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ബുർജ് ഖലീഫിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അവിടെ നിന്നുള്ള കാഴ്ചയാണ്. ദുബായിലെ ആ ഒരു ഷെയ്ഖ് സായിദ് റോഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുവിധം എല്ലാ ബിൽഡിങ്സും കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ റോഡിലൂടെയൊക്കെ വണ്ടികൾ പോകുന്ന ഒരു കാഴ്ചയാണ്. അതിവിസ്മയമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. പിന്നെ ഇവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്, നമ്മൾ അതിനകത്തൂടെ കാണുന്നത്. പിന്നെ ഇത് ദുബായ് മാളിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു വാട്ടർ ഫൗണ്ടെയിനാണ്, ആ ഒരു ബ്ലൂ കളറായിട്ട് കാണുന്നത്. അപ്പോൾ ഇതാണ് ഒബ്സർവേഷൻ ഡെക്ക്. ഇതിനകത്ത് നിന്നിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് നമുക്ക് ഫുൾ ദുബായ് ഇവിടെ നിന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഈ കാണുന്നത് ആ ഒരു ട്വിൻ ടവറാണ്. അതിൻ്റെ രണ്ടിന് നടുക്ക് നമുക്കൊരു സ്വിമ്മിംഗ് പൂൾ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ബുർജ് ഖലീഫേൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇത് അകത്തു നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ഒരുപാട് ബിൽഡിങ്സ് കാണാൻ പറ്റും. വോൾ ദുബായ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
അൽഹംദുലില്ലാ അങ്ങനെ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നതാണ് ഇതൊന്ന് കയറണം എന്നുള്ളത്. അപ്പോൾ ഏതായാലും കയറാൻ പറ്റി. അപ്പോൾ ഇതാ ഇവിടെ നമുക്കൊരു സൊവനീർ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അറ്റ് ദ ടോപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിൽ ചൂസ് ചെയ്യാൻ പറ്റും ഏത് സൊവനീറാണ് വേണ്ടത് എന്നുള്ളത്. അതിനുള്ളൊരു മെഷീനാണിത്. പിന്നെ അതാ ഇതിനകത്ത് തന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. ബുർജ് ഖലീഫേൻ്റെ പലതരത്തിലുള്ള കീ ചെയിന്, ടോയ്സ്, പെന്ന്, അങ്ങനെ ഒരുപാട് ഐറ്റംസ്, ബോട്ടിൽസ്, അതുപോലെ ഇതുപോലെ ഒരുപാട് അതിൻ്റെ ആ ഒരു സ്റ്റാച്ചു പോലത്തെ അതെല്ലാം ഇവിടെ ഉണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇത് ദുബായ് റൂളറുടെ ബുക്സാണ്. അവരുടെ ബുക്സ് എല്ലാം ഇവിടെ കാണാം. നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഷോപ്പ് ചെയ്യാം. പിന്നെ ഡ്രസ്സുകളുണ്ട്, ബാഗുകളുണ്ട്, ക്യാപ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഗിഫ്റ്റ് ഷോപ്പിൽ. അങ്ങനെ ഇതെല്ലാം അതിനകത്ത് നിന്നുള്ള ആ ഒരു കാഴ്ചയാണ്. അങ്ങനെ നമ്മളിതാ കാഴ്ചയെല്ലാം കണ്ട് ഇനി താഴോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഏകദേശം 57 എലിവേറ്റർ ഉണ്ട് എന്നാണ് പറയുന്നത് ബുർജ് ഖലീഫയുടെ അകത്ത്. നമ്മൾ ഒരു എലിവേറ്ററിനകത്തേക്കുള്ള ഒരു ക്യൂവിലാണ് ഇപ്പോൾ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു വീക്കെൻഡ്. ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റെയർ കേസും അതുപോലെ ഷാൻഡലിയറൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ എലിവേറ്ററൊക്കെ ഇറങ്ങിയിട്ട് ഇനി നമുക്ക് ദുബായ് മാളിലോട്ട് കയറണം, എന്നാലേ നമുക്ക് പുറത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇവിടെ എല്ലാം അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒക്കെ ഒരു രൂപകൽപ്പന അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 842 മീറ്ററാണ്. ഏകദേശം 2700 അടി വരുന്നുണ്ട്, ഫീറ്റ് വരുന്നുണ്ട്. പിന്നെ 157 ഫ്ലോർസ് ആണുള്ളത്. ഇമാർ പ്രോപ്പർട്ടീസ് ആണ് ഈ ഒരു ടോളസ്റ്റ് ബിൽഡിംഗ്, വേൾഡിൽ തന്നെ ടോളസ്റ്റ് ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അവർ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ ഇത് ബുർജ് ദുബായ് എന്നായിരുന്നു അവരെ പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. പിന്നീടായിരുന്നു അവിടുത്തെ ഖലീഫയുടെ, ദുബായ് ഖലീഫയുടെ പേര് കൂട്ടിച്ചേർത്തിട്ട് അവർ ബുർജ് ഖലീഫ എന്നാക്കിയത് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് നമ്മളിതാ നേരെ ബുർജ് ഖലീഫയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ദുബായ് മാളിലേക്കുള്ള എൻട്രിയിലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.